നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിതാ കിടക്ക ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ കുറച്ച് പൂളക്കായ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ പഞ്ഞി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിൽ കുറച്ച് പഞ്ഞി കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു കിടക്ക ഉണ്ടാക്കുക, എന്തിനാ വെറുതെ കളയണേന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ആദ്യം വിചാരിച്ചു തലേണി ഉണ്ടാക്കാന്ന്, പിന്നെ വിചാരിച്ചു കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഒരു കിടക്ക ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഒരു സാരിയൊക്കെ എടുത്ത് അതിനടിച്ച് ഒരു കിടക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. 2-3 ദിവസമായിട്ട് നമ്മളിത് ഉണക്കാണ് കേട്ടോ. ഉണക്കി അപ്പൊ നമ്മളിവിടെ കൊണ്ടിടുമ്പോ ഇങ്ങനെ ഇട്ടു, ഈ കവറൊന്നും ഇടാതെ ഇട്ടതാണ്. ഇട്ട് നോക്കിയപ്പോൾ പഞ്ഞൊക്കെ പറന്നു പോകണം. അപ്പൊ നമ്മളൊരു കവറൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അതിന് മേലെ ഇട്ടിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് കവർ എടുത്തു കഴിഞ്ഞാൽ പഞ്ഞൊക്കെ പറന്നു പോകും, കാറ്റും കൂടി വീശി കഴിഞ്ഞാൽ എല്ലാം പറന്നു പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഇത് കവറൊക്കെ ഇട്ട് മൂടി വെച്ച്. പിന്നെ ഇതിൽ കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു കായകളുണ്ട്. ഈ കായ ഇപ്പൊ എങ്ങനെ കളയാന്നറിയില്ല. ഞാനിങ്ങനെ കുടഞ്ഞ് എടുക്കണം. നിറയെ കായുണ്ട്. 2 ദിവസമായിട്ട് നിറയെ കായ കിട്ടുന്നുണ്ട്. നമ്മളിങ്ങനെ ഇത് കൊണ്ടുപോയിടുമ്പോൾ ഇങ്ങനെ ഈ കവറിൽ നിറച്ച് കായ കിട്ടുന്നുണ്ട്. അതുപോലത്തെ ഒരു കായ ഉണ്ട് ഇതിൽ. അപ്പൊ ഈ കായൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് കിടക്കി ഉണ്ടാക്കണമെങ്കിൽ, ഇതിലേക്ക് നിറയ്ക്കണമെങ്കിൽ. ഇത് നമുക്ക് മുഴുവനായിട്ടൊന്നും കളയാൻ പറ്റില്ല, കുറേയൊക്കെ നമ്മൾ കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം നമ്മൾ ഉള്ളതൊക്കെ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ടും ഇങ്ങനെ കുടഞ്ഞിട്ടൊക്കെയാണ് കളഞ്ഞിട്ട് ഇതിൽ നിറയ്ക്കുകയാണ്. ഇത് നല്ല പൂളക്കായാണ്, നമ്മുടെ വീട്ടിലുണ്ടായ ഒരു മരത്തിലുണ്ടായ കായാണ്, കായലുണ്ടായ പഞ്ഞിയാണ്, പൂളക്കായ് എന്ന് പറയുന്നതിന്. അപ്പൊ നല്ല പഞ്ഞിയല്ലേ, ഇത് കളയണ്ട, കിടക്കാനും നല്ല സുഖം ഉണ്ടാവും, ചൂടുണ്ടാവില്ല അതിൽ കിടക്കാൻ. അതുകൊണ്ടാണ് ഇത് കളയാതെ ഇത്രയും മെനക്കെട്ടിട്ട് ചെയ്യുന്നത്. നമ്മൾ വിചാരിച്ച പോലെ വാരി നിറയ്ക്കാനൊന്നും പറ്റില്ല, പതുക്കെ കുടഞ്ഞ് എടുത്തിട്ട് വേണം ചെയ്യാൻ. കായൊന്നും ഇല്ലാതെ ഇങ്ങനെ പതുക്കെ ചെയ്തിട്ട് പതുക്കെ ചെയ്യണം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് വേഗം ഒക്കെ വാരി ഇത് നിറയ്ക്കാൻ പറ്റുന്നു, പക്ഷെ നിറയ്ക്കാൻ പറ്റുന്നില്ല. പതുക്കെ കുടഞ്ഞ് എടുക്കാൻ പറ്റുന്നുള്ളൂ. നമ്മൾ ഒരു വെയിലത്ത് കൊണ്ടുവന്നിട്ടപ്പോൾ വേഗം വെയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോൾ കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ കാറ്റ് കോട്ടയെന്ന് പറഞ്ഞിട്ട് ഇരുന്നതാണ്. ഇപ്പോൾ ഇത്രയും നേരം, സമയം 5:30-6 മണിയാവാനായി. ഇത് എപ്പോഴാണ് കഴിയാന്നറിയില്ല. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. വിചാരിച്ച പോലെ അതിൽ വാരി നിറയ്ക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷെ കുറച്ച് കഷ്ടപ്പെട്ടാലും കിടക്കാൻ നല്ല സുഖം ഉണ്ടാവും, ചൂടുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് പഞ്ഞി കളയാണ്ട് തന്നെ നിറച്ചൊരു കിടക്കാക്കണം. അതൊക്കെ എൻ്റെ തലയിൽ കൂടിയൊക്കെ ആയിട്ടുണ്ട്. ഈ കവറ് മാറ്റി കഴിഞ്ഞാൽ അത് മൊത്തം പറന്നു പോകും. പിന്നെ വെയിൽ പോട്ടേന്ന് വിചാരിച്ചിരിക്കുകയും ചെയ്തു ഞാൻ. പിന്നെ ഇത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കാറ്റ് കുറച്ചുണ്ട് ഇവിടെ. അപ്പോൾ കാറ്റത്ത് ഇത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പരക്കും, പാറിപ്പോവുകയും ചെയ്യും, നമ്മുടെ മൂക്കിലും വായിലൊക്കെ കയറും ഇത്. അപ്പോൾ എന്ത് ചെയ്ത് കാറ്റ് കുറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരുന്ന്. ഇപ്പം തന്നെ ചെറിയൊരു കാറ്റുണ്ട്. ഇങ്ങനെ ഞാൻ ഇവിടെ കുറച്ച് പൊക്കി വെച്ചിട്ടുള്ളൂ, അപ്പോഴേക്കും തന്നെ അതാ പഞ്ഞി ഇങ്ങനെ കുറച്ചായിട്ട് പറന്നു പോകുന്നുണ്ട്. പിന്നെ ഞാൻ സാരി അടിച്ചപ്പോഴല്ലേ വളരെ സിമ്പിളായിട്ടൊക്കെ അടിച്ചത്. ഒരു സാരി നമ്മൾ തലേണ കവറൊക്കെ അടിക്കില്ല, അതുപോലെ 4ആയിട്ട് കൂട്ടി ഇത് സെൻറ്ററിൽ ഒരു അടി കൊടുത്തിട്ട് ഇനി ഈ കള്ളിയിൽ ഇതിപ്പോൾ 2 കള്ളിയായിട്ടുണ്ട്. ഈ 2 കള്ളിയിലായിട്ട് നിറയ്ക്കണം. കണ്ണിലൊക്കെ പോയി തോന്നുന്നുണ്ട്. പിന്നെന്തെന്നാ കുറച്ചിലൊക്കെ പറഞ്ഞു പോണൂട്ടാ. ഇത് കുറച്ചായിട്ട് എടുത്താൽ മതി, ഇത്ര എടുത്താൽ മതി. ഒരുപാട് ആക്കി കഴിഞ്ഞാൽ എന്താണ് പഞ്ഞി പറഞ്ഞു പോയോ? നമ്മത് പൊക്കി വെച്ചപ്പോൾ പറഞ്ഞു പോയതാണ്. മൂക്കിൽ വായിലൊക്കെ പഞ്ഞിയാവും. താഴെപ്പോ നമ്മത് കഴിഞ്ഞിട്ട് വരാം. പൊക്കോ, അമ്മക്ക് ഇവിടെ ഉണ്ട്. കണ്ണേട്ടം കളിക്കാൻ പോയില്ലേ? മൂക്ക് നിറച്ച് കായ കണ്ടില്ലേ? കായ കണ്ടി അടിയിലൊക്കെ ഉണ്ട് കായ കാണിച്ചാൽ ഓക്കെ. എന്താ ഇത്രയും നല്ല ഇതിൽ ഇറച്ചി ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പുറത്ത് കൂട്ടി വെച്ചില്ലേ നമ്മൾ എടുത്തിട്ട്. വരുമ്പോ എവിടെ ഉള്ളിലുള്ളത് ഞാനിങ്ങനെ എടുക്കില്ല, കുറേയൊക്കെ എടുത്തില്ലേ. ഇവിടെ താഴെ പോടാ, വരെ ഈ വായു മൂക്കിലൊക്കെ ആവും കേട്ടോ. ഇച്ചിരി വിട്ടിരിക്കുന്നേ, ഇതാ ഉള്ളിൽ തലയിലൊക്കെ ആയി. വിട്ടിരിക്കും. ഇപ്പൊ നാളെയും കൂടി ആവേണ്ടി വരുമോ? ഇന്നത്തോടെ കഴിയുന്ന വിചാരിച്ചോടെ പറിച്ചു അതിൻ്റെ ഉള്ളിലേക്കാവും. അമ്മ വരുമ്പോഴേക്ക് പകുതിയെങ്കിലും ആവണം. നിങ്ങൾ എന്താ എത്ര നേരം ചെയ്ത് ചോദിക്കും. കഴിഞ്ഞ് ചെയ്ത്
കളയാൻ തോന്നാനിട്ട് ചെയ്യാൻ കേട്ടോ. ഇത് കളയാനും തോന്നുന്നില്ല, അത്രയും നല്ല പഞ്ഞിയല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് എപ്പോഴാ നിറച്ച് കഴിയാന്ന് അറിയില്ല, കുറേ നിറയ്ക്കാനുണ്ട്. ഇതിപ്പോ എവിടെ ആയിട്ടില്ല, ഒരു ഭാഗം പോലും ആയിട്ടില്ല. പക്ഷെ പതുക്കെ ആവുള്ളൂ. ഇന്ന് കഴിഞ്ഞില്ലെങ്കിൽ അത് നാളേക്കും കൂടി നമ്മൾ എടുത്ത് വെക്കും കേട്ടോ. പറ്റുന്ന അത്രയും നിറയ്ക്കും. പക്ഷെ ഇത് കായുള്ളത് കൊണ്ടാണ് ഈ വിചാരിച്ച പോലെ ഇങ്ങോട്ട് നിറയ്ക്കാൻ പറ്റാത്തത്. കായില്ലെങ്കിൽ വേഗം വാരി വാരി നിറയ്ക്കായിരുന്നു. പക്ഷെ അത് കായുള്ളത് കൊണ്ട് അല്ലാതെ കുറച്ച് കായൊന്നുമല്ല, നല്ലോണം ഉണ്ട് കായ്. ഈ പഞ്ഞിൽ കുടഞ്ഞെടുക്കാനും പറ്റില്ല. അപ്പൊ അത് ആ സമയം ഒരുപാടായിട്ടോ. അപ്പൊ ഇത് കഴിയുന്നു, അതിലൊക്കെ പഞ്ഞി പോയി. ഇത് കഴിയുന്നു തോന്നുന്നില്ല, അതിന്റെ പഞ്ഞിയിലൊക്കെ പഞ്ഞിയായിട്ടുണ്ട്. അപ്പൊ കുറച്ച് നിറച്ച് കുടഞ്ഞ് നിറച്ചിട്ടൊന്നും അത് കഴിയുന്നില്ല. അപ്പൊ നമ്മളിനി ചാക്കിലിട്ടിട്ട് നിറയ്ക്കുക, എന്നിട്ട് തല്ലി നോക്കട്ടെ. അപ്പൊ കുറെ കായ് പോവും, അല്ലാതെ ഒന്നും ഇത് പോവും തോന്നുന്നില്ല. അപ്പൊ ഞാൻ ചാക്കിലിട്ട് നിറയ്ക്കാൻ പോവുകയാണ്, എന്നിട്ട് തല്ലി നോക്കട്ടെ. അപ്പൊ പോവുകയാണെങ്കിൽ അത്രയും കായ് പോയി കിട്ടില്ല, അല്ലാതെ ഇത് കൈകൊണ്ട് കുടഞ്ഞിട്ടൊന്നും കായ് പോകുന്നില്ല. അപ്പൊ ഞാൻ ചാക്കിൽ തല്ലിയിട്ട് നോക്കാം, എന്നാലേ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇത് കഴിയും തോന്നുന്നില്ല ഇങ്ങനെ കുടഞ്ഞിട്ട്. നല്ല കായാണ്, കണ്ടില്ലേ? ഇത് എങ്ങനെ കുടഞ്ഞാലും അത് പോണില്ല. ഇവിടെ കിട്ടുന്ന തല്ലിടണം, തല്ലിപ്പോ കായ് പോകുള്ളൂ. തിരുമ്പണ പോലെ അപ്പൊ അങ്ങനെ തല്ലുമ്പോ കുറച്ചൊക്കെ പോകുന്നുണ്ട്. ഇനി ഒന്നും കൂടി നോക്കട്ടെ കേട്ടോ. ഒരു 2-3 തല്ലും കൂടി തല്ലിയിട്ട് എടുക്കാം. ഇനി അങ്ങോട്ട് പോടെ വേണം, നോക്ക് പഞ്ഞി വരുന്നത്. ചാക്ക് പോട്ട് പോകുന്നതാണ്. ഓ ഇടുപ്പ് പോയി കണ്ടോ. അങ്ങനെ ആക്കുമ്പോ പോണ്ട്. നേരത്തെ അത് ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ ആക്കുമ്പോ നോക്ക് കണ്ടോ, പഞ്ഞി അത്ര കായില്ല. കുടഞ്ഞെടുക്കുമ്പോ നിറയെ കായ് ഉണ്ടായിരുന്നു കണ്ടോ. അപ്പൊ ഇതിൽ കായ് കമ്മിയല്ല, നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇങ്ങനെ ചെയ്യാൻ പോകുന്നത്, ചാക്കിൽ നിറയ്ക്കുക, എന്നിട്ട് തല്ലുക, എന്നിട്ട് നിറയ്ക്കുക. കുടഞ്ഞെടുക്കുമ്പോൾ നടക്കില്ല. പഠിക്കും അതുകൊണ്ട് കുഴപ്പമില്ലേ. അപ്പൊ പഠിക്കൂടാ. അതെന്താ പറയാ, അവൻ സംസാരിക്കാൻ ഇച്ചിരി കുറവാണ്, അതുകൊണ്ടാണ്. സംസാരം അവന് എല്ലാതൊന്നും കിട്ടില്ല. ചാക്കിലിട്ട് തരുമ്പോ വേഗം കഴിയില്ല, അല്ലാതെ കുടഞ്ഞെടുക്കാൻ കഴിയുന്നില്ല. ഇത് ഇരുട്ടാവാനായി, ഇനി കുറച്ചും കൂടി ഉണ്ട് പഞ്ഞി. അതും കൂടി നിറച്ചിട്ട് വേണം ഇവിടെ നിന്ന് എണീറ്റ് പോകാൻ. അപ്പൊ ഇന്നലെ വൈകുന്നേരം പഞ്ഞി നിറയ്ക്കല് മാത്രമേ ആയുള്ളൂ. ഇത് തല്ലി പരത്താനൊന്നും പറ്റിയില്ല. അപ്പൊ ഇന്നലെ നമ്മൾ വൈകുന്നേരം പഞ്ഞി നിറച്ച് അതിൽ തുന്നി വെച്ച് ഇതപ്പോൾ രാവിലെ നമ്മൾ അതിനെടുത്ത് വെയിലത്തിട്ടിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായി തല്ലിയിട്ട് എല്ലാവർക്കും ലെവലാക്കണം. അപ്പോൾ പഞ്ഞി കളയാൻ തോന്നിയില്ല, നല്ല പഞ്ഞിയല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഒരാൾക്ക് കിടക്കാനുള്ള ഒരു ഇതിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് തല്ലിയിട്ട് എല്ലാവർക്കും ഒരേ ലെവലിൽ ഇങ്ങനെ ആക്കി. ഇനി ഇതിനൊരു കിടക്ക കവറും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കിടക്ക റെഡിയായി.